പ്രവാസിയായ ഒരു സുഹൃത്ത്. അയാൾ പറയുന്നത് ഞാൻ ദീനീപരമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ദീനി ഞാൻ വളരെ ചെറുപ്പം മുതലേ ദീനിയായി ജീവിക്കുന്ന, സൂക്ഷ്മതയിൽ ഹറാമുകളൊന്നും പെടാതെ അങ്ങനെ ജീവിച്ചത്. പക്ഷേ എനിക്കതിന് അധികം കൂട്ടുകാരന്മാരൊന്നുമില്ല, ഒന്നോ രണ്ടോ ആളുകളുണ്ട് എന്നല്ലാതെ വലിയ ചങ്ങാത്തങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഞാനൊരു ഹറാമിൽ ചെന്ന് പെട്ടു. അദ്ദേഹത്തിനൊരു അവിഹിത ബന്ധമുണ്ടായി. ആ അവിഹിത ബന്ധത്തിൽ തന്നെ അദ്ദേഹത്തിനൊരു അസുഖം ബാധിച്ചൊരു രോഗം, അദ്ദേഹത്തിൻ്റെ ഗുഹ്യാവയവുമായി ബന്ധപ്പെട്ട് ഒരു രോഗമുണ്ടായി. ആ രോഗത്തിന് അദ്ദേഹം ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർമാർ പറയുന്നത് 5-6 വർഷം കഴിഞ്ഞിട്ട് അതിനുള്ള വാക്സിൻ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അത്രയും നിങ്ങൾ എന്തെങ്കിലും ക്ഷമിക്കേണ്ടി വരും, ഇതങ്ങനെ പെട്ടെന്ന് മാറുന്ന ഒരു രോഗമൊന്നുമല്ല. അപ്പോൾ ഇത് മറ്റുള്ളവർക്കും പകരും. വീട്ടിലാണെങ്കിൽ വിവാഹത്തിന് നിർബന്ധിക്കുന്നുണ്ട്. എന്തായാലും വിവാഹം ചെയ്താൽ ഇണക്കെന്ത് ചെയ്യും, അത് പകരുന്നുള്ളത് ഉറപ്പാണ്. ഇതാരോടും പറയാനും പറ്റില്ല, മറച്ചു വെച്ച് നടക്കണം. അപ്പോൾ ഞാൻ എന്തൊരു തീരുമാനം എടുക്കണം, വീട്ടിൽ പറയണോ, ഞാനിപ്പോൾ കല്യാണം കഴിക്കണോ എന്നുള്ള ഒരു വല്ലാത്ത പ്രയാസത്തിലാണുള്ളത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ചോദ്യം. ഈ സാധാരണ വരുന്നൊരു പൊതു സംശയത്തിൽപ്പെട്ടതാണെന്ത്, ഈ ഇണകൾക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, തകരാറുകളുണ്ടെങ്കിൽ അത് പറയണോ, അത് മറച്ചു വെക്കണോ, വിവാഹം കഴിക്കണോ കഴിക്കാതിരിക്കണോ എന്നൊക്കെ സാധാരണ ആളുകൾ ചോദിക്കുന്നൊരു സംശയമാണ്. ഈ അടുത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒരു പെൺകുട്ടിക്ക് ചെറിയ കുറച്ചൊരു വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്, ഒരു ബുദ്ധിക്കൊക്കെ ഒരു വളരെ നോർമലായ ചില പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അത്തരം ഒരു കുട്ടിയുടെ വിവാഹാന്വേഷണങ്ങൾ, നല്ല വിവാഹാന്വേഷണങ്ങൾ വരും. കാണാനൊക്കെ അത്യാവശ്യം ഭംഗിയും നല്ല കുടുംബ സാഹചര്യങ്ങളൊക്കെ ഉള്ളൊരു പെൺകുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴൊക്കെ എന്ത് ചെയ്യും, ഈ നോർമൽ ഡിഫക്റ്റുകൾ എന്ത് ചെയ്യും, തകരാറുകൾ ഈ പാർട്ടീസിനോട് പറയും. അപ്പോൾ ഇതുവരെ ആ വിവാഹം എന്ത് ചെയ്യുന്നില്ല, നടക്കണില്ല. അപ്പോൾ ഇവരിത് പറയണോ അതോ പറയാതിരിക്കണോ? പറയാതിരുന്നാൽ പിന്നെ അത് അറിഞ്ഞ് പ്രശ്നമാവൂലേ? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഒരു വിവാഹം അന്വേഷിച്ച് വരുന്ന ഒരാൾ, അയാളോട് നമ്മൾ വളരെ നോർമലായ ഒരു ഡിഫക്റ്റ് പറഞ്ഞാൽ പോലും അവരാ വിവാഹത്തിന് പിൻവാങ്ങും. കാരണം നമ്മളാണല്ലോ പറയണത്. എന്തിനാ ഇപ്പോൾ ഒരു ചെറിയ തകരാറുള്ള ഒരാളെ കല്യാണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ, അവരപ്പോൾ പിൻവാങ്ങും. അപ്പോൾ അത് ചെറിയൊരു തകരാറല്ലേ എന്ന് വിചാരിച്ചിട്ട് വിവാഹം നടക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഒരിക്കലും സംഭവിക്കില്ല. വളരെ നിസ്സാരമായ ഒരു പ്രശ്നമാണെങ്കിൽ പോലും അവരെന്ത് ചെയ്യും, അത് ഇപ്പോൾ ഉദാഹരണം പറയുന്നത്, കുറച്ച് ഉയരം കുറവുള്ള ഒരാളാണ്, വിവാഹാന്വേഷണം നടന്ന് ഒരു ഇഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഉയരം കുറച്ച് കുറവുണ്ടല്ലോ, അപ്പോൾ അത് പിന്നെ അവിടെ ചെല്ലുമ്പോൾ പറയാതിരുന്നാൽ ബുദ്ധിമുട്ടാവോ എന്ന് ചിന്തിച്ചിട്ട് ഇവരത് പറയുകയാണെങ്കിലോ ആ കല്യാണം മുടങ്ങും, അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകും. ഒരു വന്ന് കണ്ടതല്ലേ, ഇഷ്ടപ്പെട്ടതല്ലേ. പക്ഷെ നമ്മൾ പറയുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ നിങ്ങളത് പറയണ്ട. നമ്മൾ മേജറായ ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ പറയണം. ഇതിപ്പോൾ പറഞ്ഞത് വിവാഹ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഈ രോഗം മാറുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യാം, ഇങ്ങനെ ഒരു രോഗം ആ സ്ത്രീക്ക് പിടിപെടും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് പിടിപെടുന്നതോടുകൂടെ അവർ ഈ ബന്ധം ഉപേക്ഷിക്കും, അവരൊരു നിത്യരോഗിയായി മാറും. അപ്പോൾ അത് ഇദ്ദേഹം ചെയ്യുന്നത് വലിയ അക്രമമാണ്. ഈ രോഗം പൂർണ്ണമായും സുഖമായി അത് മറ്റൊരാളിലേക്ക് പകരുകയില്ല എന്ന പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പറയാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ രോഗമുണ്ട്, ഇത് പകരുന്ന രോഗമാണ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ അതിന് പ്രശ്നമില്ല. അങ്ങനെ പറഞ്ഞിട്ട് ആരെങ്കിലും അങ്ങനെ ആ രോഗമൊക്കെ ഉണ്ടായിക്കോട്ടെ, എന്നാലും ഇയാളെ കൂടെ ജീവിക്കാം എന്ന് സന്നദ്ധമായി ഒരാൾ വരികയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ട്. അതല്ലാത്ത സ്ഥിതിക്ക് ഇത് പറയാതെ വിവാഹം കഴിക്കുന്നതും വളരെ അപകടമാണ്. അതൊരു ചതിയാണ്, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഒന്ന് ഞാൻ കഴിഞ്ഞിട്ട് ഡൈവേഴ്സ് ആയാൽ പോലും ആ കുട്ടി രക്ഷപ്പെട്ടോളുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമല്ലേ. അപ്പോൾ ഇത് അദ്ദേഹത്തിന് തോന്നുന്ന ഗുരുതരമായ ഒരു തെറ്റാണ്. ഇതെല്ലാവർക്കുമുള്ളൊരു പാഠമാണ്. മറ്റാരും കാണില്ലെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന ഇത്തരം സ്വകാര്യ ഇടപാടുകൾ ഇസ്ലാം വിരോധിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ തന്നെ തകർക്കും. ഒരല്പസമയത്തുള്ള ഒരു ദേഹേച്ഛയ്ക്ക് വേണ്ടി ഒരു ജീവിതത്തെയാണ് നമ്മൾ ബലി കൊടുക്കുന്നത് എന്ന് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ ചോദ്യത്തിൽ നിന്ന് വ്യക്തമാണ്.